സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്ത് തലങ്ങളിൽ BMS പദയാത്ര നടത്തും. പ്രക്ഷോഭ പരിപാടികളുടെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ ബുധനാഴ്ച മുതൽ ഒക്ടോബർ 14 വരെയാണ് പദയാത്രയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. വിലക്കയറ്റം തടയുക, ക്ഷേമനിധി ക്ഷേമ പെൻഷൻ 6000 രൂപയാക്കി കൂട്ടുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക, മണൽവാരൽ പുനരാരംഭിക്കുക, ചുമട്ടുതൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക, സ്കീം വർക്കേഴ്സിനെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ തുടർ ഭരണത്തിലേറിയ ഇടതു സർക്കാർ കേരളത്തിന് ബാധ്യതയായി മാറിയെന്നും ദേശീയതലത്തിൽ അനുഭവപ്പെടുന്നതിൻ്റെ 5 മടങ്ങാണ് കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റമെന്നും ക്ഷേമനിധി ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുകയോ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുകയോ ചെയ്യുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏറ്റവുമധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണ്. പരമ്പരാഗത തൊഴിൽ മേഖലകളും ചുമട്ടുതൊഴിലാളികളും പ്രതിസന്ധിയിലാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വരുന്ന സെപ്റ്റംബർ 17-ാം തീയതി 8 മേഖലകളിൽ 8 പരിപാടിയായി ആദ്യത്തെ പരിപാടി എന്നുള്ള രീതിയിൽ വിശ്വകർമ്മ ജയന്തിയിലന്ന് നമ്മൾ നടക്കുകയാണ്. 38ഓളം മർമ്മപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. വിലക്കയറ്റം തടയുക എന്നുള്ളത് ഇന്നിപ്പോൾ ദേശീയ ശരാശരി വിലക്കയറ്റത്തിനെ നോക്കുമ്പോൾ 3%. പക്ഷേ കേരളത്തിലത് 9.9% വിലക്കയറ്റം ഇന്ന് കേരളത്തിലാണ്. നാളികേരം ഇന്നിപ്പോൾ നമുക്കറിയാം, തേങ്ങയുടെ വില, അതുപോലെ വെളിച്ചെണ്ണയുടെ വില, അരിയുടെ വില, പച്ചക്കറി സാധനങ്ങളുടെ വില, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതേപോലെ നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ ക്ഷേമനിധി പെൻഷൻ, ഇതൊക്കെ തന്നെ 1600 രൂപയാണ്. അത് ചുരുങ്ങിയത് 6000 രൂപയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. ഇത് ഇവിടുത്തെ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ മസൂർ സംഘം ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു വലിയ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കുന്നു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാ ബാലകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിനേശ് ബംബ്രാണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.